നിർദ്ദേശിച്ചു തന്ന കാര്യങ്ങൾ ഇവിടെ പറയാണ്. ഇത് കുറിക്കേണ്ടവർക്ക് കുറിച്ചെടുക്കാം, അല്ലാതെ തന്നെ ഇവിടെ തരുന്നതാണ്, ഇതിൻ്റെ ലിസ്റ്റ് തരുന്നതാണ്, ഗുരുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പൊ സാധന വഴി നമ്മൾ പാലിക്കേണ്ടതായ കാര്യങ്ങൾ. സാധന, ഒരു സാധകന് അത്യന്തികമായി വേണ്ടത് ലക്ഷ്യമാണ്. എന്തിനാണോ സാധന ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ധാരണയും ലക്ഷ്യബോധവും ഉണ്ടായിരിക്കുന്നത് അനിവാര്യമാണ്. അതിനായി നമ്മൾ ഒരു ദൃഢനിശ്ചയം, ഈ തപസ്സനുഷ്ഠിക്കാൻ ഒരു ദൃഢനിശ്ചയം എടുക്കേണ്ടതുണ്ട്. കരുത്താർജിതമായ ഒരു മനസ്സുകൊണ്ട് ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോകണം. ഇതൊരു തപസ്സാണ് സാധന. സാധനകൾ ചെയ്യുന്ന വിധം ഇപ്പോൾ പുതിയ ആളുകളും പഴയ ആളുകളും എന്നൊക്കെ പറഞ്ഞ മുതിർന്ന ശിഷ്യൻ സാധനന്മാരും ഇവിടെ പുതിയതായി ഈ സാധനയിലേക്ക് പ്രവേശിച്ച സാധനന്മാരുണ്ട്. സാധന ചെയ്യുന്ന വിധങ്ങൾ ഇവിടെ പഠിപ്പിക്കും. എന്നാലും ചെറിയ ഒരു ലഘുവായിട്ടൊന്ന് പറഞ്ഞു പോവാണ്. നമ്മൾ നിത്യവും ജീവിതത്തിൽ രാവിലെ എണീക്കുന്നു, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നു, ഒപ്പം തന്നെ ജോലിക്ക് പോകുന്നു. ഇപ്പോഴത്തെ തലമുറയിലെ മനുഷ്യരാണെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുന്നേ കുറെ എണീറ്റ് കഴിഞ്ഞ മൊബൈൽ പുറത്ത് കൊണ്ടു, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും, കൂടി കഴിഞ്ഞ് ജോലിക്ക് പോകും, വീണ്ടും വരുന്നത് വൈകുന്നേരം വന്ന് മൊബൈൽ തുറന്ന് കിടന്നു. ഇങ്ങനെയൊക്കെയാണ് സാധാരണ കാണുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നമ്മളൊരു സാധന വഴിക്ക് വന്ന് ചേർന്നപ്പോ, നമ്മുടെ ഗുരുകാരനെ കൊണ്ടും ഈശ്വരനെ കൊണ്ടും നമ്മൾ സാധന വഴി വന്ന് ചേരുമ്പോൾ നിഷ്ഠയായ ഒരു ജീവിതക്രമം പാലിക്കേണ്ടതുണ്ട്. സാധന നിത്യവും ചെയ്യുക എന്നുള്ളത്, ശരീരശുദ്ധിയൊക്കെ കഴിഞ്ഞ് ഒരു സമയം പാലിച്ചുകൊണ്ട്, കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് സാധന അനുഷ്ഠിക്കുക. അവനെ ലഭിച്ചിരിക്കുന്ന ദീക്ഷാമന്ത്രം ഗുരു എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, അത് എത്ര പേര് ജപിക്കാനാണ് നിർദ്ദേശിക്കുന്നത് അത്രയും സാധന ചെയ്യാനുള്ളൊരു ശ്രമം നമ്മൾ പാലിക്കണം. അത് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ അത് പരിശീലിക്കുക തന്നെ വേണം. നിത്യവും അത് പരിശീലിക്കണം. ദിവസം അത് മുടങ്ങാതെ ചെയ്യാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഇപ്പൊ ജോലി കാര്യങ്ങളും തിരക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രാവിലെ സമയം കിട്ടില്ല എന്ന് വരാം, അതല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആയിരിക്കും കിട്ടുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജപിക്കാനുള്ള സമയം നമ്മൾ എപ്പോഴെങ്കിലും കണ്ടെത്തി മറ്റ് ക്രിയാംഗങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് ചെയ്യാവുന്ന രീതിയിൽ അതിനൊരു ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക. മുടങ്ങാതെ ചെയ്യാനുള്ള ശ്രമമാണ്, മനസ്സിലൊരു ആർജമാണ് സാധന ഉണ്ടാവുന്നത്. ഇത് മുടങ്ങരുത്, കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അതുപോലെ സ്ഥിരം ഇതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് വർദ്ധിക്കുന്നതിന് ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ സംഭവിക്കും. ഊഷ്മാവ് നല്ല രീതിയിൽ വർദ്ധിക്കും. അപ്പൊ അതിന് നമ്മുടെ യോഗയിൽ പറയുന്ന ശീതളി പ്രാണായാമങ്ങൾ എന്നുള്ള ഇതൊക്കെ ഉണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാം. അത് ഇവിടെ അറിയാത്തവരുണ്ടെങ്കിൽ ചോദിച്ച്, ഇവിടെ അറിയാവുന്നവരോട് ചോദിച്ച് പരിശീലിക്കേണ്ടതാണ് ഈ ശിബിരത്തിൽ. അതുപോലെ കൂടുതൽ ഊഷ്മാവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ കുളം അങ്ങനെ വല്ല വെള്ളത്തിൽ കിടക്കാവുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കാം. മുങ്ങിപ്പോയി കിടക്കുന്ന മുങ്ങി ചാവാൻ സാധിക്കുന്നത്. മുങ്ങി കഴിഞ്ഞപ്പോഴൊക്കെ കിടന്നാൽ ശരീരത്തിന്റെ തണവ് ഒക്കെ കിട്ടും നമുക്ക്. കുളത്തിൽ പോയി കിടക്കാൻ മുങ്ങി കിടക്കുന്ന പറഞ്ഞപ്പോൾ അങ്ങനെ മുങ്ങി കിടക്കരുത്. അപ്പോൾ പാകത്തിനനുസരിച്ച് മുങ്ങിക്കെടുത്ത് ശരീരത്തിന് തണുപ്പിക്കാനൊരു ശ്രമം ഉണ്ടാവുക. കൂടുതൽ ഊഷ്മാവ് അനുഭവപ്പെട്ടാൽ ചിലർക്ക് അങ്ങനെ സംഭവിക്കും. ഇനിയിപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളില്ലാത്തവരാണെങ്കിൽ കുങ്കുമപ്പൂ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങി പാലിൽ ചാലിച്ച് വൈകുന്നേരം സമയങ്ങളിൽ സേവിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ശരീരോഷ്മാവിന് നല്ല മാറ്റം വരും. നമുക്ക് സാധന സുഖകരമായിട്ട് ചെയ്യുന്നത് സാധിക്കും. അതുപോലെ ഒരു സാധകൻ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, സാധന നമുക്ക് എന്താണോ ദീക്ഷ ലഭിച്ചിട്ടുള്ളത്
ആ ദീക്ഷ ലഭിച്ചത് മറ്റു വ്യക്തികളുമായിട്ട് സംവദിക്കാൻ പാടുള്ളതല്ല. എനിക്ക് എന്താണ് ദീക്ഷ ലഭിച്ചത്, അല്ലെങ്കിൽ നിനക്ക് എന്താണ് കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. നമുക്ക് പറയാൻ അനുവാദമുള്ള കാര്യങ്ങൾ ഇവിടെ പറയും. അത്തരം കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവരുമായിട്ട് സംവദിക്കാൻ പാടുള്ളൂ. അത് പിന്നീട് നമുക്ക് സാധന ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അത്തരം കാര്യങ്ങളും പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാതെ ഗുരുനാഥനോ നമ്മുടെ ഗുരുനാഥയോ അവരോട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ സംവദിക്കാൻ പാടുള്ളൂ, പറയാൻ പാടുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ മാത്രം അനുഭവങ്ങൾ മാത്രമാണ്. അത് പൊങ്ങച്ചൻ പറഞ്ഞ് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞ് നടക്കരുത്. അതൊക്കെ നമ്മുടെ സാധനയിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കും. ശ്രദ്ധ അത്തരം കാര്യങ്ങളിൽ വേണം. അതുകൂടാതെ എന്താ പറയാ, അസഹ്യമായ ഒരു വല്ലാത്ത അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും ചിലർക്ക്. മനസ്സിന് വല്ലാത്ത ഭാരം, അത്തരം വല്ലാത്തൊരു അസ്വസ്ഥതകളൊക്കെ തോന്നുകയാണെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്നത് ഒരു നൂറ്റെട്ടൊരു പ്രണവം ഗുരുപരമ്പരയ്ക്ക് ജപിച്ച് സമർപ്പിച്ചാൽ നമുക്കൊരു ശാന്തി സമാധാനം ലഭിക്കും. അത് വല്ലാത്ത സ്വസ്ഥകളൊക്കെ അനുഭവപ്പെടുമ്പോഴാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അത് ശ്രദ്ധയിൽ വയ്ക്കുക. ഇവിടെ മുതിർന്ന സാധകന്മാർക്കൊക്കെ ഇത് അറിയാം, പുതിയതായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതുപോലെ സാധന ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ധാരാളം സംശയങ്ങൾ നമുക്കുണ്ടാവും. ഇത്തരം സംശയങ്ങളും ഇതുപോലെ തന്നെ ഗുരുനാഥനോട് ചോദിച്ച് തന്നെയാണ് നിങ്ങൾ നിവർത്തിക്കേണ്ടത്. അല്ലാതെ നാട്ടുകാരോടോ അല്ലെങ്കിൽ മറ്റ് ആളുകളോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഗുരുകുല അംഗങ്ങളോട് പോലും ചോദിക്കേണ്ടതായിട്ടല്ല, ഗുരുനാഥനോട് മാത്രം ചോദിക്കുക. അദ്ദേഹത്തിനാണ് അയാളുടെ അധികാരം. അത് സാധകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളൊന്നും പറയാതെ. അതുപോലെ ഗുരുകുലത്തിൽ വന്നു കുറെ നാൾ പരിശീലനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഗുരുനാഥന്റെ ഗുരുപരമ്പരയുടെ ഇച്ഛപ്രകാരം പലർക്കും പല ദീക്ഷകൾ ലഭിക്കും. അങ്ങനെ ആ ദീക്ഷകൾ ലഭിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയിലായിട്ട് നമ്മളൊരിക്കലും ഗുരുനാഥനോട് ഗുരുനാഥ എനിക്ക് ആ ദീക്ഷ തരൂ അല്ലെങ്കിൽ ഇങ്ങനെ തരൂ, അത്തരം ചോദ്യങ്ങളൊന്നും പാടുള്ളതല്ല. ഗുരുനാഥനോട് മന്ത്രം, ദീക്ഷ ഇത്യാദികളൊന്നും ചോദിച്ചു വാങ്ങരുത്. അതൊരു ഉപാസകന്റെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാവണം. ചോദിച്ചു വാങ്ങാനുള്ള ചിലപ്പോൾ ഒരു വെമ്പലൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണല്ലോ മനുഷ്യന്. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധ വേണം. സാധനയുടെ തുടക്കകാലങ്ങളിലൊക്കെ നമ്മൾ കുറെ ജപിച്ച് കുറെ ഇങ്ങനെ ഒരു ശുദ്ധീകരണത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അർക്കും തർപ്പണമൊക്കെ ചെയ്ത് കുറെ മനഃശുദ്ധിയും ശരീരശുദ്ധിയൊക്കെ വരും. അപ്പൊ അതിന് ഇത്തിരി കൂടി കൂടുതൽ, കുറച്ചുകൂടി കൂടുതൽ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വ്രതങ്ങൾ ഉണ്ട് അനുഷ്ഠിക്കാം. അത് വരുന്നത് നമുക്ക് പൗർണമി നാളുകളിലും അതുവഴി അമാവാസി നാളുകളിലും വ്രതം അനുഷ്ഠിച്ചാൽ നല്ലതാണ്. എന്ന് പറഞ്ഞാല് അതിൽ 3 അമാവാസിയും 3 പൗർണമി ദിവസങ്ങളിലുമാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്. അത് അടുപ്പിച്ച് ചെയ്യണം 3 മാസം. അതൊരു 36 മണിക്കൂർ ഫുൾ ഫാസ്റ്റിംഗ് ആണ്. 36 മണിക്കൂറോളം എന്ന് പറഞ്ഞാൽ പൗർണമിയുടെ അമാവാസിയുടെ തലേ ദിവസം നമ്മൾ ലഘുവായ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം നമ്മൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ഇപ്പൊ നമ്മളിവിടെ ഉള്ളവരൊക്കെ ഒരുവിധം റേക്കിക്കാരായതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് വെള്ളം റേക്കിയോ മറ്റു ജപങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ജപിച്ച് എനർജൈസ് ചെയ്ത് ആ വെള്ളം നമുക്കൊരു 3 നേരമായിട്ട് സേവിക്കാം.
അന്നേ ദിവസം പകല്. പിറ്റേ ദിവസം നമ്മൾ രാവിലെ എനിക്ക് പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു നൈവേദ്യം ആയിട്ട് എന്തെങ്കിലും സങ്കല്പിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത് കഴിച്ച് ഒരു ഉച്ചയാവുന്നതോട് കൂടിയൊക്കെ ആയിട്ടാണ് നമുക്ക് ഭക്ഷണത്തിലേക്ക് കിടക്കാൻ പാടുള്ളൂ. പതുക്കെ പതുക്കെ ഒറ്റയടിക്ക് ശരീരത്തിനെ നമ്മൾ ഇതാക്കാൻ പാടില്ല. അത് ശ്രദ്ധമാണ്. പതുക്കെ പതുക്കെ അത് വലിയൊരു ഊർജം നിങ്ങൾക്ക് ഈ വ്രതം കൊണ്ടുണ്ടാവുകയും ശുദ്ധീകരണം സംഭവിക്കുകയും ചെയ്യും. അപ്പൊ അത് 3 മാസം, അതായത് ഓരോ മാസം ഓരോ പൗർണമിയിലും ഓരോ അമാവാസിയിലും അടുപ്പിച്ച് വരുന്ന 3 മാസങ്ങളിൽ ചെയ്യുക. അതിന്റെ ഫലം അത്രയാണ്. അതുപോലെ ഒരു സാധനം ശ്രദ്ധിക്കേണ്ട മുഖ്യ ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഇപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോവാണ്, പഴനി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വീട്ടിലുള്ളവർ തന്നെ, ഇപ്പൊ നിങ്ങൾ സാധകന്മാരായിട്ടുള്ള വ്യക്തികളാണ്, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ള ആളുകൾ ഉണ്ടാവില്ല. വീട്ടുകാർക്ക് പിന്നെ അത്രയും കുഴപ്പമില്ലെന്ന് പറയാം. ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരികളായിരിക്കാം, കൂട്ടുകാരന്മാരായിരിക്കാം. നമ്മളിങ്ങനെ പോകണു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒഴിഞ്ഞ നാണയോ അല്ലെങ്കിൽ ഇത് അവിടെ ഇട്ടോട്ടോ എന്നൊക്കെ പറഞ്ഞു തരും. സാധാരണ സംഭവിക്കാറുള്ള വീടുകളിലൊക്കെ അല്ലേ. അത് വലിയൊരു കെണിയാണ്. സാധകന് ദുരിതം വരും. അടി കിട്ടുമെന്ന് പറഞ്ഞാൽ അടി കിട്ടും. ശ്രദ്ധ നന്നായി വേണം. ഉപാസകന് അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാണിക്ക് വീഴുന്നതൊന്നും അതുപോലെ തലയ്ക്ക് വീഴുന്നതൊന്നും ഒരാളുടെയും പേടിച്ച് കൊണ്ടുപോകരുത്. അദ്ദേഹം എന്താണോ ദുരിതം മാറാൻ സങ്കല്പിച്ചത് അതിന്റെ ഇരട്ടിയായിരിക്കും ഒരു പക്ഷെ നമുക്ക് അനുഭവിക്കേണ്ടി വരിക. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരാളുടെയും വഴിപാടുകൾ കൂടെ കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെയുള്ളവരുടെ കൂടെ പോവാതിരിക്കുക പരമാവധി. കുടുംബാംഗങ്ങളുടെ കൂടെ കുഴപ്പമില്ല, എന്നിരുന്നാൽ കൂടി ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. മറ്റു സുഹൃത്തുക്കളുടെ കൂടെ അയൽപ്പക്കക്കാരുടെ കൂടെയോ അവരെ വഴിപാടുകൾ തീർക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കായിട്ട് പോവാതിരിക്കുക. ടൂറ് പോകുന്ന പോലെയല്ല, മറ്റൊരാളുടെ വഴിപാട് തീർക്കാൻ പോകുമ്പോൾ ആ ദുരിതം നമ്മൾ സാധകൻ എന്ന നിലയിൽ നമ്മുടെ ഊർജ്ജ നിലയിലുള്ള മാറ്റത്തിന്റെ ഒരു കാര്യം കൊണ്ടാണ് അതൊക്കെ പറയുന്നത്. നമുക്ക് ദുരിതം നമ്മൾ ഏറ്റുവാങ്ങാൻ കാരണമാകും. അപ്പം അത്രയും കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഗുരുനാഥൻ പറയുന്ന ഒരു മുഖ്യ കാര്യം, എല്ലാ വിജയദശമിയിലും ഗുരുപൂജയ്ക്കും ഉപാസകൻ കൃത്യമായി ഗുരുകുലത്തിൽ എത്തിയിരിക്കണം എന്നുള്ളതാണ്. എന്ത് തിരക്ക് തന്നെ ജീവിതത്തിൽ ഉണ്ടായാലും, എത്ര തന്നെ തിരക്കുണ്ടായാലും അന്നേ ദിവസം ഗുരുകുലത്തിൽ എത്തിച്ചേരാൻ ഉപാസകൻ ശ്രദ്ധിക്കണം. കാരണം പരിപൂർണ കലയിലാണെന്ന് അവിടെ ഗുരുക്കന്മാര്, ആദിശക്തി ദേവി ഒക്കെ സാന്നിധ്യപ്പെടുക. ആ പരിപൂർണ കലയിലിരിക്കുന്ന ഗുരുഭാവത്തെയും ശക്തിഭാവത്തെയൊക്കെ നമുക്ക് അറിയുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനൊക്കെ ഉള്ള അവസരം ഒരിക്കലും പാഴാക്കരുത്. അന്നേ ദിവസമോ അല്ലെങ്കിൽ തലേദിവസമോ ഗുരുകുലത്തിൽ വന്ന് അവിടെ വേണ്ടുന്ന കാര്യങ്ങളിൽ പങ്കെടുത്തത് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങാൻ ഒരു സാധകൻ കൃത്യമായി ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. അന്ന് ഒഴിവൊഴിവ് പറയരുത് ഒരാളോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിൻ്റെ സീരിയസ്. അത് മാത്രമല്ല, സാധകനെ സംബന്ധിച്ചിടത്തോളം സമയം കണ്ടെത്തി ഗുരുനാഥനെ കാണാൻ വരിക എന്നുള്ളത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ സാധകൻ അവന് ലഭിച്ചിരിക്കുന്ന വിദ്യയോടുള്ള ബഹുമാനം, ഗുരുവിനോടുള്ള സ്നേഹം അത് പ്രകടമാക്കുക തന്നെ വേണം. അവരുടെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല.
നമ്മളത് പ്രകടമാക്കണം. ഗുരു നിർദ്ദേശിക്കുന്നത് സമയം കണ്ടെത്തി വരണം തന്നെയാണ്. നമ്മൾ സമയം കണ്ടെത്തി നമ്മുടെ ഗുരുനാഥനെയോ കാണാൻ വരണം, ഗുരുനാഥനായിട്ട് സംവദിക്കണം, ഗുരുനാഥനായിട്ട് വർത്താനം പറഞ്ഞിരിക്കണം, ഗുരുനാഥനോടൊപ്പം ഭക്ഷണം കഴിക്കണം, ഗുരുകുലത്തിൽ കിടന്നുറങ്ങാൻ അവസരമെങ്കിൽ ഗുരുകുലത്തിൽ കിടന്നുറങ്ങണം, ഗുരുനാഥനായിട്ട് സംവദിക്കുമ്പോൾ എന്താണ് അനൗപചാരികമായ വിദ്യകളും മറ്റ് ചില ചില രഹസ്യങ്ങളൊക്കെ ഗുരുനാഥൻ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മളൊക്കെ ഒരുപാട് അത് അറിഞ്ഞിട്ടുള്ള ഒരാള് ആണ്. ഇവിടെ എല്ലാവരും ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ കുറിച്ചെടുക്കാനും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒരു സാധനം എന്ന നിലയിൽ ശ്രദ്ധിക്കണം, ശ്രമിക്കണം. അത് വലിയൊരു ഗുരുകൃതിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സാധനയൊക്കെ ചെയ്ത് ദിവസവും സാധനയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാലം ചിലപ്പോൾ ചിലർക്ക് ശുദ്ധിക്കനുസരിച്ച് നേരത്തെ ആവാം. ദേവതാ പ്രത്യക്ഷങ്ങളൊക്കെ സംഭവിക്കാം. അവനെന്റെ ശുദ്ധിക്കും ഇതിനൊക്കെ അനുസരിച്ച് ദേവതാ പ്രത്യക്ഷം, നമ്മൾ ഏത് ദേവതയാണോ സാധന ചെയ്യുന്നത് അതിനനുസരിച്ച് ദേവതാ പ്രത്യക്ഷം ഉണ്ടാവും. ദേവതാ പ്രത്യക്ഷം വന്നാൽ എല്ലാം ആയി, ഇനി ഗുരു വേണ്ട, ദേവത എല്ലാം പറഞ്ഞു തരുന്നല്ലോ, ചോദിക്കുന്നൊക്കെ പറഞ്ഞു തരുന്നു, ഇങ്ങനെ ഗുരു എന്നൊക്കെ തോന്നാം. അഹങ്കാരം എന്ന് പറയുന്നു. അഹങ്കാരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇവിടെ വിവേകപൂർവം ബുദ്ധി ചിന്തിച്ച് പ്രവർത്തിക്കണം. ദേവതാ പ്രത്യക്ഷമല്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഗുരുവിന് മാത്രമേ സാധിക്കൂ. ആ ദേവതയ്ക്ക് ആ ദേവതയെയും ജ്ഞാനത്തിലാക്കാനും നമ്മുടെയും ജ്ഞാനത്തിലാക്കാൻ ഗുരുവിനെ കൈപ്പിടിച്ച് ഉയർത്താൻ കഴിയും. അത് മനസ്സിലാക്കുക വളരെ പ്രധാനമായ കാര്യമാണ്. സംഭവിക്കും, ഇതൊക്കെ ഇങ്ങനെ വരാം. ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. പല അനുഭവങ്ങളും പലർക്കും ഉണ്ട്. അത്തരം ദുരാനുഭവം നമുക്ക് ഉണ്ടാവരുത്. നമ്മുടെ ഗുരുനാഥൻ നമുക്ക് വേണ്ടി എന്തിനും തയ്യാറാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് സാധനം മുന്നോട്ട് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അത്യത്ഭുതകരമായ അനുഭവങ്ങളുണ്ടാവും. അത്യത്ഭുതകരമായ അനുഭവം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് മൃദംഗമൊക്കെ കൊട്ടണ ശബ്ദം കേൾക്കും. മൃദംഗം അതുമാതിരി വലിയ കൊട്ടാരങ്ങളൊക്കെ വേദി മുഴക്കാന്നൊക്കെ പറയും. വലിയൊരു ആ ശബ്ദമൊക്കെ കേൾക്കും. അതുപോലെ നമ്മുടെ ഈ സ്വർഗത്തിലെ പുഷ്പങ്ങളുടെ ഗന്ധം അതൊക്കെ അനുഭവപ്പെടും. മുട്ടിയുടെ പ്രകൃതി മാതാവിന്റെ മുടിയുടെ ഗന്ധം നമുക്ക് അനുഭവപ്പെടും. അപ്പോ അത്തരം സമയങ്ങളിൽ നമ്മൾ ഭയക്കരുത്. ഭയന്നാൽ കുഴപ്പമാണ്. ഭയക്കാതെ അതിലെത്ര സമയം നമുക്ക് ഇരിക്കാൻ പറ്റൂ, അത് ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് എത്ര സമയം ഇരിക്കാൻ പറ്റൂ അതിൽ നിലകൊള്ളുക. കുറെ കഴിയുമ്പോൾ തിരിച്ചു വന്നോളൂ. ഭയം വേണ്ട. ഒരു സാധനം മുഖ്യമായിട്ട് വേണ്ടത് നിർഭയനായിരിക്കുക. ഭയം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ ഇല്ലാതാക്കും. വീരനായിരിക്കണം. സാധനം എന്ന് പറയുന്നത് വീരൻ. ധീരന്മാർക്ക് പറഞ്ഞുകൊണ്ടാണ് സാധനം. ആത്മധൈര്യം. ആ ധൈര്യം കൈമുതലായതുകൊണ്ട് സാധനയിൽ മുന്നോട്ട് പോകണം. വീരാംകൃഷ്ണ ചതുഷ്ക ശക്തി നവകം ധ്യാനത്തിനുണ്ടല്ലോ ചക്കഞ്ചാവിടെ. വീരന്മാർക്കുള്ളതാണ് തപസ്. അത് ആർജിക്കേണ്ട കഴിവും കൂടിയാണ് ഉണ്ടാവുക. അത് ആർജിച്ചെടുക്കണം. തുടക്കത്തിലൊന്നും
ഇത്രയൊക്കെ എല്ലാവർക്കും ഭയൊക്കെ തോന്നിയത് നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും മുഴുവനായിട്ടല്ല. ആർജവും മനസ്സിനെ ആർജിക്കേണ്ടതാണ്. നമുക്ക് ഗുരുവുണ്ട്, ഗുരു പരമ്പരയുണ്ട്, നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഗുരുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഭയത്തിന്റെ ആവശ്യമില്ല. ഇനി മുമ്പിൽ ഒരു വലിയൊരു കുഴിയാണ്, കൊക്കയാണെങ്കിലും ഗുരു നടന്നോളം പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. ആ വിശ്വാസം സാധാരണ ഉണ്ടായിരിക്കണം, ആ മനോബലം, വീര്യം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഉറക്കത്തിന്റെ ഒരു ശ്രദ്ധ വേണം, നടന്നു വന്നിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കിത് ഇവിടെ ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് തരും, ഒരു ദിവസം തരും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇത് പറയുന്ന വേറൊരു കാര്യം എന്നത്, നമുക്ക് മറ്റ് സമ്പ്രദായങ്ങളിൽ നിന്നുള്ള ഗുരുക്കന്മാരും വന്ന് ഉപദേശങ്ങളൊക്കെ തരാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ സാധന നല്ല നിലയിൽ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ വേറെ സമ്പ്രദായങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഗുരുക്കന്മാര്, മറ്റ് അത്തരം ആചാര്യന്മാരൊക്കെ വന്ന് നമുക്ക് ദീക്ഷ തരാനോ അല്ലെങ്കിൽ ഉപദേശങ്ങൾ തരാനൊക്കെ നോക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കാൻ അവിടെ അവരൊന്ന് നമസ്കരിക്കാൻ മനസ്സുണ്ട്. ആചാര്യനാണല്ലോ, നമസ്കരിക്കാം. ഞങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയോട് ചോദിക്കണം. നമ്മുടെ ഗുരുമാരോട്, നമ്മുടെ സമ്പ്രദായത്തിലിരിക്കുന്ന ഗുരുമാരോട് ചോദിക്കണം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇത് വാങ്ങിക്കാമോ, ഈ ഉപദേശം സ്വീകരിക്കാമോ എന്ന് ചോദിക്കണം സുബ്രഹ്മണ്യ സ്വാമിയോട്. അദ്ദേഹം അനുമതി തന്നാൽ മാത്രമാണ് ഇത് മേടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദേശം സ്വീകരിക്കാനോ അനുമതിയുള്ളൂ. അല്ലാത്ത പക്ഷം അവരോട് പറയണം, നിങ്ങൾ നിവൃത്തി ഇല്ല, ഇത് വാങ്ങിക്കുവാനായിട്ട്, ഇത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളത് പറയണം. അവർ ക്ഷമ ചോദിക്കുക. നമ്മുടെ സാധനം തുടരുക. അവർ പോയിക്കോളപ്പോ നമ്മൾ നമ്മുടെ സാധനം തുടരുക. നിർത്തിപ്പോകുന്നു വേണ്ട, അവിടെ ഇപ്പം നിങ്ങളുടെ സാധനം ചെയ്യുക. നമ്മുടെ സമ്പ്രദായത്തില് ഗുരുക്കന്മാര് മറ്റൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്, നമുക്ക് ശുദ്ധാശുദ്ധങ്ങളൊന്നും പാലിക്കേണ്ടതായിട്ടില്ല. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ പാലിക്കുന്നുണ്ടാവും. പുതിയതായിട്ട് വന്ന ഉപാസകർക്കൊക്കെ ഇത്തരം സംശയങ്ങളുണ്ടാവും. ഇപ്പോൾ മാസമുറ കാലഘട്ടങ്ങളിൽ സാധന പറ്റൂ, ഭസ്മം ധരിക്കാൻ പാടും, ഭസ്മാധാരണം ഇതൊക്കെ പാടുമെന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം ശുദ്ധ അശുദ്ധ ചിന്തകളൊന്നുമില്ല. നമ്മുടെ സാധനം എന്താണോ കൃത്യമായിട്ട് അത് പ്രവർത്തിക്കുക. നിങ്ങളാണ് വിളക്ക് വീട്ടിൽ കൊടുത്തത്, നിങ്ങൾ മാത്രമുള്ളവരെ നിങ്ങൾ വിളക്ക് കൊടുത്താൽ, മറ്റ് വീട്ടിൽ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്നവരായിരിക്കും. കാരണം അവർക്ക് നിഷിദ്ധാരണമുള്ള പഠിച്ചേക്കണം. അപ്പൊ അത് അവരായിട്ട് വഴക്കൂടാണെന്നൊക്കെ ഉണ്ടാകും. അപ്പൊ അത് അവരെ ഉചിതത്തിന് വിടുക. നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിളക്ക് കത്തിച്ച് നമ്മുടെ സാധന തുടരുക. നമ്മുടെ സമ്പ്രദായത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ സമ്പ്രദായത്തിൽ ഇല്ല എന്ന് കരുതി, എനിക്ക് ശുദ്ധാശുദ്ധങ്ങളൊന്നും ഇല്ല എന്ന് കരുതി നിങ്ങൾ ക്ഷേത്രത്തിൽ പോകരുത്. ക്ഷേത്രത്തിൽ ഇതുണ്ട്, ഈ സങ്കല്പത്തിലല്ല. ക്ഷേത്രത്തിൽ ഈ ശുദ്ധ അശുദ്ധ സങ്കല്പങ്ങൾ ഉണ്ട്, നമ്മൾക്കാണതില്ലാത്തത്. അത് നേരത്തെ ഗുരുനാഥൻ പറഞ്ഞു, മറ്റൊരാളെ നമ്മൾ തിരുത്തരുത്. നമ്മൾ നമ്മുടെ സ്വന്തമായ നിലയിൽ പോവുക. അടുത്തതായിട്ട് പിന്നെ പറയാനുള്ളത്, അടുത്ത നിർദ്ദേശം ഗുരുനാഥൻ വയ്ക്കുന്നത്, ഇപ്പൊ ഇവിടെ ഒരുപാട് നിങ്ങൾ മുതിർന്ന സാധകന്മാരെ കണ്ടു, പുതിയതായിട്ട് വന്ന സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടും കണ്ടു. കുറെ നാൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദീക്ഷ ലഭിക്കുന്ന ഒരു അവസരത്തിൽ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സാധകനേക്കാൾ വലിയ ദീക്ഷകളോ അല്ലെങ്കിൽ കൂടിയ ദീക്ഷകളോ ലഭിക്കാം. അതുകൊണ്ട്
മുൻപുണ്ടായിരുന്ന സാധകന്മാർക്ക് അതിലൊരു മനസ്സിന് വൈരുദ്ധ്യം വരരുത്. കാരണം അത് അവനവന്റെ പൂർവജന്മ കർമ്മസംബന്ധമായ നില നോക്കിയിട്ടാണ്. സുബ്രഹ്മണ്യ സ്വാമി പോലുള്ള നമ്മുടെ ഗുരുപരമ്പര നിശ്ചയിക്കുന്നതാണത്. അത് അവരുടെ പൂർവജന്മ പുണ്യം തന്നെയാണ്. അങ്ങനെയാണ് അത് ലഭിക്കുന്നത്, സീനിയോറിറ്റി നോക്കിയിട്ടല്ല. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ സാധാരണ മനുഷ്യന്മാരായതുകൊണ്ടും തത്വങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. ഈ കുശുമ്പും കുരിഷ്ടം ഇതൊക്കെ ഉണ്ട് നമ്മളിൽ. എവിടെയാണ് വരാന്നത് പറയാൻ പറ്റില്ലേ? ഞാൻ മുന്നിൽ വന്ന ആളല്ല, എനിക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ള തോന്നലുകളൊക്കെ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മൾ വിവേകപൂർവ്വം ചിന്തിക്കുക, മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങൾ, അങ്ങനെ പെരുമാറുക. അതാണ് അതിന്റെ ചട്ടം, നമ്മുടെ സമ്പ്രദായത്തിന്റെ ചട്ടം അതാണ്. പരമാവധി ഗുരുവിനോടൊപ്പം സാധന ചെയ്യാൻ ലഭിക്കുന്ന അവസാനം ഒന്നും പാഴാക്കാതിരിക്കുക. ഗുരുവിനോടൊപ്പം നമ്മുടെ ഗുരുകുലത്തിൽ വന്ന് സാധന ചെയ്യാൻ പറ്റുന്ന ഒരു അവസരവും പാഴാക്കരുത്. നിങ്ങളുടെ കൂടുതലുള്ള ശുദ്ധീകരണത്തിനും ഗുരുവിന്റെ കൂടുതൽ അനുഗ്രഹവും കൃപയും നമുക്ക് ലഭിക്കുന്നതിന് അതുവഴി സാധിക്കും. അത് ശ്രദ്ധയിൽ വയ്ക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം നമുക്ക് ആർക്കൊന്നുമില്ല. സമയം നമ്മൾ കണ്ടെത്തലാണ് കാര്യം. ഏതൊരു കാര്യത്തിനും നമ്മളാണ് കണ്ടെത്തുന്നത് സമയമല്ലാതെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. സമയം എങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സമയം കഴിയും. സാധന അനുഷ്ഠിക്കാനായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ വെളുപ്പിന് 3 മണിക്ക് എണീക്കണം. എണീറ്റ് ചെയ്യും കാര്യങ്ങൾ, ശുദ്ധി പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സാധന അനുഷ്ഠിക്കും. തപസ്സാണെന്ന് പറഞ്ഞല്ലോ, നമ്മൾ തീരുമാനിച്ചിറങ്ങി ദൃഢനിഷ്ഠ ചെയ്തു കഴിഞ്ഞു. ഇത് അനുഷ്ഠിക്കും, ഈ തപസ് അനുഷ്ഠിക്കുന്നു, ഈ ലക്ഷ്യം നേടുമെന്ന് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിനപ്പുറത്ത് പിന്നെ വേറൊന്നും ചിന്തിക്കരുത്. അതിന് നേരത്തെ എണീക്കേണ്ടി വരാം, കഠിനാധ്വാനം ചെയ്യേണ്ടി വരാം. കഠിനാധ്വാനം ചെയ്യാതെ ഇതൊന്നും പ്രാപ്തിയാക്കൽ സാധ്യമല്ല. നമ്മുടെ ഗുരുനാഥനും അതുപോലെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ നിലയിൽ കാണുന്ന കരകുടമായിട്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ബാല ഉപാസന ഉള്ള ആളുകളൊക്കെ ഉണ്ട്. ബാല ദേവിയുടെ ദീക്ഷയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അത്തരം ദീക്ഷയുള്ളവര് ചില കാര്യങ്ങൾ, ഇപ്പൊ കരിമ്പ് കടിച്ചു വലിക്കുന്ന ഈ പുരമക്കളൊക്കെ ചിലപ്പോൾ കരിമ്പ് കാണുമ്പോൾ കരിമ്പ് കടിച്ചു വലിക്കാൻ തോന്നും, കഴിക്കാനൊക്കെ തോന്നാറുണ്ടല്ലോ ചില ആളുകൾ, കണ്ടിട്ടുണ്ടാവും. ആ പ്രവൃത്തി ചെയ്യരുത്, അത് നിഷിദ്ധമാണ്. നമുക്ക് കരിമ്പ് ഒരിക്കലും കടിച്ചു വലിക്കരുത്. ബാലോപാസനയുള്ളവർ ബാലോപാസനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ കിഴക്കോട്ട് ദർശനമായിട്ടിരുന്ന് ജപിക്കണം, വൈകിട്ട് വടക്ക് ദിശയിലേക്ക് ഇരുന്ന് ജപിക്കണം. മനസ്സിലായോ? അതുപോലെ ശക്തി ഉപാസനയുള്ള ആളുകൾ, ഇപ്പോ ബാല എന്നല്ല, ശക്തി ഉപാസനയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു മുഖ്യ കാര്യം എന്ന് പറയുന്നത്, സ്ത്രീജനങ്ങളെ, അത് സ്ത്രീകളായ കൂടി ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ ആക്രമിക്കുകയോ മറ്റ് പീഡനങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുത്തുകയോ ചെയ്യുക പെട്ടുപോകും. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു സ്ത്രീയെയും ഒരുവിധ നിശബ്ദ കാര്യങ്ങളും പ്രവർത്തിക്കരുത്. സ്ത്രീയെ അഗ്നിയെ പോലെ വണങ്ങണമെന്നാണ് ഗുരു പഠിപ്പിച്ചത്. സ്ത്രീയെ അഗ്നിയെ പോലെ കണ്ടു വണങ്ങണമെന്നാണ്. മഹാദുരിതം വരും, സ്ത്രീ ദുരിതം. നിങ്ങൾ ശക്തി നിങ്ങൾക്ക് ഉണ്ടാകില്ല, പിന്നെ ദുരിതവും അനുഭവിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുക. ഭാരതം അതുകൊണ്ട് തന്നെ എപ്പോഴും
കേട്ടില്ലേ? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷരം ഇന്ന് അനുഭവിക്കാനുള്ളതായിരുന്നു ഇത് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ സമ്പ്രദായത്തിൽ, നമ്മുടെ ഗുരുകുലത്തിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ സാധനന്മാരായിട്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ പാടില്ല. വേണം ഉചിതമായി പ്രവർത്തിക്കുക. ലളിതാ സഹസ്രനാമം നിത്യവും ജപിച്ച് പഠിക്കുന്നതാണ്. ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുക, അത് കൃത്യമായി ജപിക്കാൻ പഠിക്കണം. ഇനി എന്നും സാധ്യമല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അത് ചൊല്ലി പഠിക്കാനുള്ളൊരു ഒരു സാധകൻ ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് ചൊല്ലി പഠിക്കണം. നമ്മളിവിടെ ചിട്ടയും ഇഷ്ടയും ഒക്കെ വേണമെന്ന് പറയുമ്പോഴും ഒരു ഉപാസകന് ഒരു നിരൂപാധികമായ മനസ്സുണ്ടാവും. നിരൂപാധികമായ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? അൺകണ്ടീഷനിങ്, ഒരുവിധ കണ്ടീഷനിങ്ങും ഇല്ലാത്ത മനസ്സ്. ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ ചെന്നു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവര് തരിക. പക്ഷെ അവര് ഒരു വീട്ടിൽ വന്നിരുന്ന വ്യക്തിക്ക് അവരിഷ്ടമുള്ളത് അവരുടെ വീട്ടിൽ വെച്ചതാണ് നമുക്ക് തരിക. നമുക്കത് ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും അവരെന്താണോ തന്നെ അത് കഴിക്കുക, അതിന് നിഷേധിക്കുകയല്ല ചെയ്യേണ്ടത്. ഉപാസകന്റെ പക്വത അവിടെയാണ്. അതിൽ ഭയപ്പെടുകയോ ആകലപ്പെടുകയൊന്നും വേണ്ട. അവർ തന്നെ സ്വീകരിക്കുക. വീട്ടില് കറി വെച്ചിട്ട് ഉപ്പ് കൂടി അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞ് മുളക് കുറഞ്ഞു എന്ന് പറഞ്ഞ ഭാര്യനെ ചീത്ത പറയുകയല്ല വേണ്ട, കിട്ടിയത് കഴിക്കുക. അങ്ങനെ ആശ്വസിക്കാൻ പഠിക്കുന്നത് ഒരു വലിയൊരു മനസ്സാണ്. അങ്ങനെ ഒരു നിരൂപാധികമായ മനസ്സ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി പരിവർത്തനപ്പെടുത്തി കൊണ്ടുവരണം. ഒരു അൺകണ്ടീഷനിങ് ആയിട്ടിരിക്കണം, ഒന്നിലും കണ്ടീഷനിങ് ആയിട്ട് ഇരിക്കുക. പക്ഷെ സാധനയിലും നമ്മുടെ ജീവിതത്തിന്റെ മറ്റു കാര്യങ്ങളും നമുക്ക് നിഷ്ഠ വേണമല്ലോ, അതും ശ്രദ്ധയിൽ വേണം. ഏതൊരു കാര്യവും സാധകൻ പ്രവർത്തിക്കുമ്പോൾ ഏതൊരു കാര്യവും വിവേകപൂർവം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വിവേകപൂർവം കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ പഠിക്കണം. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു സംഭവം പുറത്തുണ്ടായി അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടായി, അവനെ 4 തല്ല് പറയണം അല്ലെങ്കിൽ ഒരു തല്ല് തരണമെന്ന് ഉള്ള അവസ്ഥയുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തോന്നും അത് വേണോ എന്ന്. നമ്മുടെ ഉള്ളിൽ ഒരു വിളി ഉണ്ടാവും, ഉൾവിളി. ആ വിളി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവന് ക്ഷമിക്കാൻ നമുക്ക് പറ്റും. അതാണ് ഒരു ഉപാസകന്റെ പക്വത. ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും. ആ പക്വതയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ആ കാര്യങ്ങളെ വിവേകപൂർവം വിവേചിച്ച് ചിന്തിക്കാനുള്ള പക്വത ഉപാസകനുണ്ടായിരിക്കണം. ഗുരുകുലത്തില് ഗുരുനാഥനോടൊപ്പം തന്നെ ഗുരുപത്നി ഉണ്ടെങ്കിൽ തുല്യ പ്രാധാന്യം ഗുരുനാഥയ്ക്ക് നമ്മൾ കൊടുക്കണം. പൂർണ്ണ ദീക്ഷിതയാണ് ഗുരുനാഥൻ. ഗുരുനാഥയിൽ നിന്ന് നമുക്ക് ഉപദേശങ്ങളും വിദ്യകളും അഭ്യസിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഗുരുനാഥനോടൊപ്പം തന്നെ തുല്യമായി കണ്ട് നമസ്കരിക്കേണ്ടതാണ്. ശിവശക്തി ഐക്യസ്വരൂപം തന്നെയാണ് നമ്മുടെ ഗുരുനാഥനും. അത് മനസ്സിലാക്കി വിവേകപൂർവ്വം പെരുമാറേണ്ടതാണ്. തുല്യ പ്രാധാന്യം രണ്ടുപേർക്കുമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗുരുനാഥ അവരുടെ സന്തതികള് അവരെ വേണ്ടും വിധം നമ്മൾ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അവരും നമ്മൾ ഒട്ടും തന്നെ മാറ്റി കാണേണ്ടവരല്ല. ആ പ്രഭാവത്തിന്റെ പ്രകാശ കിരണങ്ങൾ തന്നെയാണ് അവർ. അത് മനസ്സിലാക്കി
ഇരിക്കണം നമ്മൾ. നമ്മുടെ സമ്പ്രദായത്തിൽ ഉപദേശങ്ങൾ പല നിലയിലും വരും. പല നിലയിൽ വരുന്ന പറഞ്ഞാൽ നമ്മുടെ ഗുരുവിൽ നിന്ന് നമുക്ക് സുഗുരുവിൽ നിന്ന് ഉപദേശങ്ങൾ ലഭിക്കും, ഗുരു പരമ്പരയിൽ നിന്ന് ഉപദേശങ്ങൾ ലഭിക്കും, നമ്മുടെ മന്ത്രദേവതയിൽ നിന്ന് ഉപദേശങ്ങൾ ലഭിക്കും, അതുപോലെ ആദിശക്തിയിൽ നിന്ന് നമുക്ക് ഉപദേശങ്ങൾ ലഭിക്കും. നമുക്ക് ലഭിക്കുന്ന ഇത്തരം ശക്തി സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഉപദേശങ്ങൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റു ഗുരുക്കന്മാരുടെ സമ്പ്രദായങ്ങളും വരും, സമ്പ്രദായത്തിലുള്ള ഗുരുക്കന്മാരും വരും. അപ്പൊ അതിനെ വേണ്ട വേണം മനസ്സിലാക്കി ഉപദേശങ്ങൾ സ്വീകരിക്കുക. നമുക്ക് ഉപദേശങ്ങൾ നൽകുന്നത് സ്വഗുരു, ആദിശക്തി, നമ്മുടെ ഗുരുപരമ്പര, നമ്മുടെ മന്ത്ര ഉപാസന ദേവത ഒക്കെയാണ് നമുക്ക് ഉപദേശങ്ങൾ തരുന്നത്. അപ്പൊ അത് അറിഞ്ഞ് പെരുമാറുക. ഒരു ഉപാസകൻ ഉപാസനയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അനുഗ്രഹത്തിലാക്കേണ്ടത് പരദേവത. പരദേവത ശുദ്ധി കൃത്യമായിട്ട് നമ്മൾ ചെയ്തോണം, ഗുരുനിർദ്ദേശം ഗുരു പറയുന്നതനുസരിച്ച്. അതുപോലെ നമ്മുടെ മൂലകുടുംബ നാഗങ്ങൾ, അവരുടെ പരിപൂർണ അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. പിതൃദുരിതങ്ങൾ നമ്മൾ പരിഹരിക്കണം. അല്ലെങ്കിൽ സാധന വഴി നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവും, അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ വൈഷ്ണവും ശാക്തേയവും ശൈവമായ ദുരിതങ്ങൾ നമുക്ക് വരാം സാധന ചെയ്യുമ്പോൾ. നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇളകി വരും. നമ്മളൊരിക്കലും മുന്നോട്ടല്ല പോകുന്നത്. മന്ത്രം ജപിക്കുമ്പോൾ പിന്നോട്ടാണ് പോകണമെന്നുള്ള ഒരു ബോധ്യമാണ് സാധന. നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് പോകാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ദുരിതങ്ങൾ ഇളകി വരുമ്പോൾ അത് വൈഷ്ണവായാലും ശാക്തയായാലും ശൈവായാലും പരിഹരിക്കാൻ ഗുരു നിർദ്ദേശപ്രകാരം പറഞ്ഞിട്ടുള്ള എന്താണോ അത് ഗുരുവിനോട് വന്ന് സംബന്ധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകണം. അപ്പ കാലതാമസം കൂടാതെ ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുള്ള സങ്കേതങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. ഇപ്പോൾ ശാക്തേയമാണെങ്കിൽ അത് വളരെ സ്ത്രീധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗുരുനാഥൻ ജപസാധനങ്ങളൊക്കെ ചെയ്ത് കാമാക്കിയ പോലുള്ള മഹാശക്തിപീഠത്തിലൊക്കെ ചെന്ന് ദർശനം നടത്തിയാൽ വളരെ സ്ത്രീധനങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. അത്തരം കാര്യങ്ങൾ ഗുരുനാഥന്റെ കൂടെ ചോദിച്ചുകൊണ്ട് ചെയ്യുക. ഒരുവിധം സാധനയിലൊക്കെ ചെയ്ത് നമ്മൾ ജപങ്ങളൊക്കെ ചെയ്ത് അല്പം ഉയർന്ന നിലയിലേക്ക് വരുമ്പോൾ നമുക്ക് പുരസ്കരണം പോലുള്ള കാര്യങ്ങൾ ഗുരുനാഥനോട് ചോദിച്ചുകൊണ്ട് അനുമതി മേടിച്ചുകൊണ്ട് അനുഷ്ഠിക്കാവുന്നതാണ്. ഒരു കാലയളവ് വെച്ച് ഇത്ര ജപം എന്നുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന മന്ത്രദീക്ഷ ഗുരുനാഥനോട് ചോദിച്ച് അനുമതി മേടിച്ച് ഗുരുനാഥൻ പറയുന്ന പ്രകാരം ജപിച്ച് അതിനെ അവസാനിപ്പിക്കേണ്ടതാണ്. അത് വിശദമായിട്ട് ഗുരുനാഥനോട് ചോദിച്ചാൽ ഗുരുനാഥൻ പറഞ്ഞുതരും. ഗുരുത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ ആവശ്യപ്പെടുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു സാധകൻ അല്ലെങ്കിൽ സാധക കുടുംബ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാം. ഗുരുനാഥൻ പറയുന്നത്, ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു ഉപാസകനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ നേടാവുന്ന വിദ്യകളൊക്കെ പഠിച്ചെടുക്കണം. അവന്റെ ജീവിതത്തിന്റെ പ്രാപ്തിക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി പഠിക്കാവുന്ന വിദ്യകൾ പഠിച്ച് കൃത്യമായി വരുമാന സ്രോതസ് കണ്ടെത്തി അറിവും വിദ്യയും ജ്ഞാനൊക്കെ നേടാനുള്ള അവസരം പരമാവധി ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഗുരുനാഥൻ തന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ കൊടുക്കുകയാണ്. മീശ മുളച്ചാൽ
അത് വടിക്കാനുള്ള ബ്ലേഡ് മേടിക്കാനുള്ള കാശ് അവനവൻ തന്നെ കണ്ടെത്തണം പറഞ്ഞൊരു ഉദാഹരണം ഞാൻ ഓർത്തു പോകുന്നുണ്ടോ ബ്രഹ്മചാരികളെ പറ്റി പറയുമ്പോൾ. ഒരു ഗൃഹസ്ഥനാണെങ്കിൽ എന്തെല്ലാം ഉത്തരവാദിത്തമുണ്ട്. ബ്രഹ്മചാരി എന്നപ്പോൾ അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥന്റെ ഭാര്യ, മക്കളുണ്ടെങ്കിൽ മക്കൾ, അച്ഛനമ്മയുണ്ടെങ്കിൽ അച്ഛനമ്മ, അതുപോലെ സാധുക്കളുണ്ടെങ്കിൽ സാധുക്കൾക്ക്, ഇവരൊക്കെ ധനം ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ട് വരും. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു നിർധനായ വ്യക്തി ഒരു വന്ന് സഹായം ചോദിക്കുമ്പോൾ അവനെ സഹായിക്കേണ്ടതായിട്ട് വരും. ശരീരം കൊണ്ടോ ധനം കൊണ്ടോ. അതൊരു ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. ഒപ്പം തന്നെ സാധന വഴിയിൽ ഏറ്റവും കഠിനം ഗൃഹസ്ഥനാണ്. ഇത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകണല്ലോ. ദുരിതം പരിഹരിക്കണം, സാധനങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ കൂടുതൽ ആയിട്ട് ചെലവുകൾ, ഇതൊക്കെ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങളാണ്. ഇതിൽ നിന്നൊന്നും ഒളിച്ചോടുക സാധ്യമല്ല. ഒളിച്ചോടിയ ലക്ഷ്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ, അവനവന്റെ സാധന കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, അവനവന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഗൃഹസ്ഥാശ്രമിയായ സാധകൻ അല്ലെങ്കിൽ സാധക ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ പ്രായത്തിൽ മുതിർന്ന ആളുകൾ ഉണ്ടാവും. ഉപാസന വഴി വളരെ വൈകി വന്ന ആളുകൾ, കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് മക്കളാവുന്ന അല്ലെങ്കിൽ മകന്റെ അല്ലെങ്കിൽ മക്കൾക്ക് മക്കളാകുന്ന നിലയിലെത്തി കഴിയുമ്പോൾ അവനവന്റെ കാര്യങ്ങൾ നോക്കി അവനവന് ലഭിച്ചിരിക്കുന്ന ദീക്ഷ അല്ലെങ്കിൽ മന്ത്രം ജപിച്ച് സാധന ചെയ്ത് മുന്നോട്ട് പോകുന്നത്. മക്കള് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ, അഭിപ്രായങ്ങൾ ചോദിച്ചാൽ അഭിപ്രായം പറയാം. അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ എല്ലാ അധികാരം അവർക്ക് കൊടുക്കുക. ഫ്രീ ആവുക, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം നേടുക. മക്കൾ വരെ ചോദിച്ചാൽ അവർക്ക് ഉപദേശങ്ങൾ ആവശ്യമായി കൊടുക്കുക. അവർ വല്ല ഭക്ഷണം തന്നാൽ കഴിക്കുക. സ്വസ്ഥമായിട്ടിരുന്ന് അവനെന്റെ സാധന ചെയ്ത് വീട്ടിൽ ഭക്ഷിച്ച് ആർക്കും ഒരു ശരീരം മിണ്ടാതെ ഈശ്വരനെ അറിയാനുള്ള തപസ് ചെയ്യുക. അങ്ങനെയുള്ള വീട്ടിൽ സ്വർഗം പോലെ ഇരിക്കും. ആലോചിച്ചാൽ മനസ്സിലാവും. സാധകൻ ഒരു സാമൂഹിക ജീവി കൂടി ആയതുകൊണ്ട് സമൂഹത്തിൽ പെരുമാറുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. സമൂഹത്തിൽ മറ്റുള്ള വ്യക്തികൾക്ക് മാതൃകയാകുന്ന വിധത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. നമ്മളെ കണ്ട് അത് ഇന്ന ആളാണെന്ന് പറയുമ്പോൾ ഉള്ള ഒരു നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ അത് ഒരു സാമൂഹിക ജീവിതമായിട്ട് സാമൂഹിക നീതികൾ പാലിക്കാൻ ഒരു മാസം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ നിത്യവും കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതൊക്കെ നമുക്ക് നിത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിനോടൊക്കെ നന്ദിയുള്ളവരായിട്ട് ഇരിക്കാൻ പഠിക്കണം. ലോകത്തിനോട് നമ്മൾ ഇതിനൊക്കെ നന്ദിയുള്ള ആളുകളായിട്ടിരിക്കണം. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം നമ്മൾ ഭക്ഷണ സാധനങ്ങൾ മേടിച്ചിട്ട് വന്ന് പാചകം ചെയ്യുന്നു. പക്ഷെ ഈ ഭക്ഷണ സാധനങ്ങൾ കൃഷി ചെയ്ത ആളുകളുണ്ട്, അതിനുവേണ്ടി മാസങ്ങളോളം പണിയെടുത്ത ആളുകളുണ്ട്. അത് അവിടെ കൃഷി സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച് കടകളിലേക്ക് എത്തിച്ച ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഒരു നന്ദി പറയാൻ ഉള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കും. നമ്മൾ നന്ദി പറയുന്നവർ എനിക്ക് ഇവിടെ അല്പം നേരം റെക്കിങ്ങിന് കൊടുക്കണം. നമ്മളെ അറിഞ്ഞോ അറിയാതെയോ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ജൈവ വൈദ്യങ്ങൾക്കും
നമ്മളൊരു നന്ദി പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ പാകപ്പെടുത്തിയിരിക്കണം. കാരണം ഇതൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണല്ലോ ലോകക്രമങ്ങളിൽ. അതൊരു ഉപാസകൻ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെ വളരെയധികം കൈയോടെടുത്ത് മാനിക്കേണ്ടതുണ്ട്. നിത്യവും ചെയ്യണതല്ലേ, നിത്യവും അതന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു പ്രാക്ടീസായിട്ട് തന്നെ എടുക്കണം അത്തരം കാര്യങ്ങൾ. ഇതിനേക്കാളൊക്കെ ഉപരി ഉപാസകൻ ശ്രദ്ധിക്കേണ്ട മുഖ്യ ഘടകം അവനവന്റെ ഗുരുവിനെ ശുശ്രൂഷിക്കുന്നത്. ഗുരു ശുശ്രൂഷ മുഖ്യമാണ്. ഗുരു ശുശ്രൂഷയിൽ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ലഭിക്കുന്ന ഒരു അവസരം പോലും പാഴാക്കരുത്. ഗുരുനാഥനോടൊപ്പം ഇരിക്കാൻ അവസരം കിട്ടപ്പോൾ വരിക, ഗുരുകുലത്തിൽ വരിക. ഗുരുകുലത്തിൽ ഗുരുനാഥൻ ഇച്ഛിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് കാര്യങ്ങൾ പ്രവർത്തിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ഉപാസകന്റെ വളർച്ച അങ്ങനെയാണ്. ഗുരുത്വം നേടാന്ന് പറയുന്നത്, ഗുരുകാരുണ്യം, ഗുരുകൃപ അതൊക്കെ പറയുന്നത് എങ്ങനെയാണ്? വെറുതെ മാനത്തുനിന്ന് പൊട്ടി വിടില്ലല്ലോ. നമ്മളതിന് കഠിനാധാനം ചെയ്യണം. ചെയ്യാതെ നേടിയെടുക്കാൻ പറ്റുന്നതല്ല. ഗുരുവിന്റെ ഇച്ഛകൾ കണ്ടറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം. ഗുരു ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഈ വഴിയിൽ വന്നിരിക്കുന്നത് സാധന അനുഷ്ഠിക്കുന്ന ആളുകളാവാനും അതുപോലെ ഒരു അച്ചടക്കമുള്ള ആളുകളാവാനും നമ്മുടെ ഗുരു പരമ്പരയ്ക്കും ഗുരുവിനും മുതൽക്കൂട്ടാവാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഗുരു വിദ്യയൊക്കെ മേടിച്ചു, അത് കഴിഞ്ഞാൽ അവരുടെ കാര്യം നോക്കി വേറെ മൂലകളിലേക്ക് പോയിരിക്കല്ല വേണ്ടത്. നമ്മുടെ ഗുരുവിന്റെ അടുത്ത് വരിക, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഗുരുനാഥൻ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യണം. ഗുരുവിനെ കാണാൻ എന്റെ ഗുരുനാഥ പഠിപ്പിച്ചൊരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു വേലക്കാരി ഒരു പണക്കാരന്റെ വീട്ടില്, വലിയൊരു പണക്കാരന്റെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ വേലക്കാരിക്ക് രണ്ട് മക്കൾ, അല്ലെങ്കിൽ ഒരു കൊച്ചുണ്ട്. വൈകുന്നേരം വരെ പണികളൊക്കെ കഴിഞ്ഞ് സ്വന്തം കൊച്ചിനെ കാണാനുള്ള ഒരു വെമ്പല് ഹൃദയത്തിലുണ്ടാവും. എത്രയും പെട്ടെന്ന് എന്റെ ഈ പണികളൊക്കെ കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് എത്താനായിട്ട്, എന്റെ കൊച്ചിനെ കാണാനായിട്ടുള്ളൊരു വെമ്പല് ഒരു അമ്മയ്ക്ക് ഉണ്ടാവും. ആ വെമ്പുന്ന മനസ്സ് ആണ് ഒരു സാധകന് അവനവന്റെ ഗുരുവിനെ കാണാനുണ്ടാവേണ്ടതെന്നാണ്. ആ വെമ്പുന്ന മനസ്സ്. ഇപ്പൊ നേരത്തെ ഗുരുനാഥൻ പറഞ്ഞു ഇവിടെ ഒരു കാര്യം, ചട്ടമ്പിസ്വാമി അദ്ദേഹത്തിന്റെ വിദ്യകൾ നശിച്ചു പോയതിനെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്തുകൾ പ്രവർത്തിച്ച പ്രവൃത്തികളെ പറ്റി പറഞ്ഞു. ഇതിപ്പോ തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്കൊരു നിറകുടത്തെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഗുരു അഖില വിദ്യകളും ജ്ഞാനവും അറിവുള്ളതും ഇന്ന് ഭാരതത്തിൽ തന്നെ ലഭിക്കാമെന്ന് വെച്ച് ഏറ്റവും മഹത്തായ ഗുരുകുലം സമ്പ്രദായമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ സമ്പ്രദായത്തെ ഉയർത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ ആ ഗുരുവിനെ ഉയർത്തിപ്പിടിക്കുക, ഉയർത്തി ലോകത്തിന്റെ നിറവിലേക്ക് എത്തിക്കുക. ശിഷ്യന്മാരായ നമ്മൾ, സാധകന്മാരായ നമ്മൾ അശ്രാന്തം പരിശ്രമിക്കേണ്ട തന്നെയാണ്. അതിലൊരു കുറവും വരുത്തരുത്. എല്ലാവരും കഴിവുള്ളവരാണ്, എല്ലാ രീതിയിലും നല്ല കഴിവുള്ള വ്യക്തികളാണ് എല്ലാവരും. ഗുരു പറയുന്ന വചനങ്ങൾ, ഗുരു പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് നമുക്കത് സമാഹരിച്ച് ഒരു പുസ്തകം പോലെ പ്രസിദ്ധീകരിക്കാനൊക്കെ സാധിക്കും. നമ്മൾ ഒരുപാട് ഗുരുക്കന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഒരു ഗുരുക്കന്മാരും സ്വന്തമായിട്ട് ഒരു കാര്യങ്ങൾ എഴുതിയിട്ടില്ല. ശിഷ്യന്മാർ മാത്രം തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത്. ഒരു വാക്ക് പോലും വിടാതെ പകർത്തിയെടുത്ത് പ്രസിദ്ധീകരിച്ച് ലോകത്തിന്റെ എല്ലാ നാനാവിധ നാടുകളിലേക്കും ഇത്തരം കാര്യങ്ങൾ പ്രചരിച്ചിട്ടുള്ളത് ശിഷ്യന്മാരിലൂടെയാണ്. നമുക്കുണ്ട് ആ ഉത്തരവാദിത്വം.
നമ്മൾ വെറുതെ വന്ന് വചനം പാടി അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ടുള്ളതല്ല. നമ്മൾ അത്തരം കാര്യം ശ്രദ്ധ വേണം. നമ്മുടെ ഗുരുവിന്റെ ഇച്ഛ നമ്മൾ കണ്ടറിഞ്ഞ പ്രവർത്തിക്കണം. നേരത്തെ ഗുരുനാഥൻ പറഞ്ഞില്ലേ, 100-ലധികം വിദ്യകൾ ഗുരുനാഥനുണ്ട്. നമ്മളത് എഴുതിയെടുത്ത് നമ്മളൊരു പ്രസിദ്ധീകരണം, നമ്മളൊരു പുസ്തകമാക്കി അത് പ്രകാശനം ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഗുരുവിന്റെ മൊഴിമുത്തുകൾ അല്ലെങ്കിൽ ഗുരു പറയുന്ന വചനങ്ങൾ നമുക്കൊരു വീഡിയോ എടുത്ത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഗുരുനാഥൻ തന്നെ വീഡിയോ പിടിക്കുക, സെൽഫി എടുക്കുന്ന പോലെ പിടിക്കുക ചെയ്യല്. നമ്മളാണ് അതൊക്കെ ചെയ്യുന്നത്. നമ്മൾക്കാണ് സാധ്യമായത്. നമ്മളാണ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉപാസകന്റെ ഏറ്റവും വലിയൊരു കടമയാണത്. അപ്പൊ അത് നമുക്ക് കഴിവുള്ളവര് ഇതിലുണ്ട്. എല്ലാവരും കഴിവുള്ളവരാണ്. ശ്രദ്ധാപൂർവം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. വ്യക്തിപരമായ നിലയിലും സാധനയിൽ എല്ലാവരും ഉയർന്ന നിലയിലെത്തുവാനും നമ്മുടെ ഗുരുകുലത്തെ ലോകത്തിന്റെ തന്നെ നിറകിലേക്ക് കൈപ്പിടിച്ചുയർത്തുവാനും സാധകന്മാരായ ഈ സമ്പ്രദായത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് സാധിക്കുന്നതിന് ഗുരുനാഥന്റെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.